Hi all, welcome to my channel. എൻ്റെ പേര് ഷെഫീദ. ഇന്ന് നമ്മൾ നെയിം ഓഫ് അക്കൗണ്ട്സുകളെ കുറിച്ചും അക്കൗണ്ടുകൾ ഏതെല്ലാം ഗ്രൂപ്പുകളിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഓരോ അക്കൗണ്ടും ഏതെല്ലാം ഗ്രൂപ്പുകളിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കറിയാം ടാലിയിൽ ഓരോ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഗ്രൂപ്പ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് കൊടുക്കുക, ഏതെല്ലാം അക്കൗണ്ട് ഏതെല്ലാം ഗ്രൂപ്പുകളിലാണ് ഉൾപ്പെടുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ അക്കൗണ്ട്സ് ഇൻഫോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഗ്രൂപ്പ്സ് കാണാം. ഈ ഗ്രൂപ്പ്സിൽ ആൾട്ടർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി ടാലിയിലുള്ള ഗ്രൂപ്പുകൾ, ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ്സുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ്, ഏതൊക്കെ അക്കൗണ്ടുകൾ ഏതെല്ലാം ഗ്രൂപ്പുകളിലാണ് ഉൾപ്പെടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് കോളങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് നെയിം ഓഫ് അക്കൗണ്ട്സ് എന്നൊരു കോളം ഉണ്ട്, ഗ്രൂപ്പ്സ് എന്നൊരു കോളം ഉണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് അക്കൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓൾ ബാങ്ക് അക്കൗണ്ട്സ് ആണ്. അതായത് എല്ലാ ബാങ്ക് അക്കൗണ്ട്സുകളും, അത് CSB ബാങ്ക് ആവാം, കനറ ബാങ്ക് ആവാം, SBI ബാങ്ക് ആവാം, ഫെഡറൽ ബാങ്ക് ആവാം, ഇങ്ങനെ എല്ലാ ബാങ്ക് അക്കൗണ്ട്സുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് കൊടുക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് എന്ന ഗ്രൂപ്പിൽ വേണം കൊടുക്കേണ്ടത്. രണ്ടാമത്തെ അക്കൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത് ബാങ്ക് OD എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് കൊടുക്കേണ്ടത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് എന്ന ഗ്രൂപ്പ് തന്നെ ഉണ്ട്, അത് തന്നെ കൊടുക്കണം. ബാങ്ക് അക്കൗണ്ടിൽ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യരുത്. മൂന്നാമത്തെ അക്കൗണ്ട് ബാങ്ക് ലോൺ ആണ്. ലോൺ കൊടുക്കേണ്ടത് ലോൺസ് ലയബിലിറ്റി ആയിട്ട് വേണം കൊടുക്കുക. പിന്നെ വരുന്നത് ക്യാപിറ്റൽ ഡ്രോയിങ്സ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൂലധനാണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഓണർ അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ക്യാപിറ്റലിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതിനെയാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ ഡ്രോയിങ്സ് അക്കൗണ്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന ഗ്രൂപ്പിൽ വേണം കൊടുക്കുക. ഇനി വരുന്നത് ക്യാഷ്, പെറ്റി ക്യാഷ് ആണ്. ക്യാഷ് അക്കൗണ്ടും അതുപോലെ തന്നെ പെറ്റി ക്യാഷ് അക്കൗണ്ട്. പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ എക്സ്പെൻസിന് വേണ്ടി മാറ്റി വെക്കുന്ന എമൗണ്ട് ആണ്. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ട് എന്ന ഗ്രൂപ്പിൽ വേണം. ഇനി അടുത്ത അക്കൗണ്ട് വരുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പേ കൊടുത്തിട്ടുള്ള എക്സ്പെൻസുകൾ, അടുത്ത മാസം കൊടുക്കാനുള്ള റെൻറ്റ് നമ്മൾ ഈ മാസം തന്നെ പേ ചെയ്തു എങ്കിൽ അതിനെ പ്രീപെയ്ഡ് റെൻറ്റ് എന്നാണ് പറയുക. അതുപോലെ തന്നെ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആവാം, പ്രീപെയ്ഡ് ഇൻട്രസ്റ്റ് ആവാം, പ്രീപെയ്ഡ് കമ്മീഷൻ ആവാം. അങ്ങനെ നമ്മൾ പ്രീപെയ്ഡ് ആയിട്ട് മുമ്പേ കൊടുത്തിട്ടുള്ള എക്സ്പെൻസുകളാണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് വരുന്നത് കറണ്ട് അസറ്റ് ആയിട്ടാണ്. നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, അപ്പോൾ അത് അസറ്റാണ്. കറണ്ട് അസറ്റ് എന്ന ഗ്രൂപ്പിൽ വേണം ക്രിയേറ്റ് ചെയ്യാൻ. ഇനി അടുത്ത അക്കൗണ്ട് വരുന്നത് അക്രൂഡ് ഇൻകം ആണ്. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ഇൻകം, അതായത് നമുക്ക് ഈ മാസം കിട്ടാനുണ്ടായിരുന്ന കമ്മീഷൻ കിട്ടിയിട്ടില്ല, അത് അടുത്ത മാസം അവർ തരുള്ളൂ എങ്കിൽ അത് കിട്ടാനുള്ള ഒരു ഇൻകം ആണ്. അക്രൂഡ് കമ്മീഷൻ എന്നാണ് പറയുക. അതുപോലെ തന്നെ അക്രൂഡ് ഇൻട്രസ്റ്റ്, അക്രൂഡ് റെൻറ്റ് നമുക്ക് കിട്ടാനുണ്ട് പക്ഷെ കിട്ടിയിട്ടില്ല എങ്കിൽ അത്തരം ഇൻകം എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് കറണ്ട് അസറ്റ് എന്നുള്ള ഗ്രൂപ്പിലാണ് ക്രിയേറ്റ് ചെയ്യുക. ഇനി അടുത്ത അക്കൗണ്ട് വരുന്നത് ബിൽസ് റിസീവബിൾ ആണ്. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്ത പാർട്ടിയുടെ കയ്യിൽ നിന്നും നമുക്ക് എമൗണ്ട് കിട്ടാനുണ്ടെങ്കിൽ അതിനെയാണ് ബിൽസ് റിസീവബിൾ എന്ന് പറയുക. അതായത് അവർ സാധനം വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ നമുക്ക് ക്യാഷ് തന്നിട്ടില്ല. അപ്പോൾ ആ ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് കറണ്ട് അസറ്റായിട്ട് വേണം, നമുക്ക് എമൗണ്ട് കിട്ടാനുള്ളതാണ്. അതിൻ്റെ താഴെ വരുന്ന അക്കൗണ്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അതുപോലെ തന്നെ അൺഏൺഡ് ഇൻകം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ള എക്സ്പെൻസുകൾ. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി കൊടുക്കാനുണ്ട്, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്, നമ്മൾ റെൻറ്റ് കൊടുക്കാനുണ്ട്. അത്തരം അക്കൗണ്ടുകളെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയാം. അതുപോലെ തന്നെ അൺഏൺഡ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അടുത്ത മാസം കിട്ടാനുള്ള ഒരു കമ്മീഷൻ നമ്മൾ ഈ മാസം തന്നെ നമ്മൾ സ്വീകരിച്ചു, അവരെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു എങ്കിൽ അതിനെയാണ് അൺഏൺഡ് ഇൻകം എന്ന് പറയാം. അതുപോലെ ഇൻട്രസ്റ്റ് ആവാം. അൺഏൺഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത മാസം കിട്ടാനുള്ള ഇൻട്രസ്റ്റ് നമ്മൾ ഈ മാസം തന്നെ സ്വീകരിച്ചു എങ്കിൽ അതിനെ അൺഏൺഡ് ഇൻട്രസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ആ രണ്ട് അക്കൗണ്ടുകൾ, അതായത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും അൺഏൺഡ് ഇൻകം എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന എല്ലാ ഇൻകം അതെല്ലാം നമ്മൾ കൊടുക്കേണ്ടത് കറണ്ട് ലയബിലിറ്റി എന്ന ഗ്രൂപ്പിൽ വേണം ക്രിയേറ്റ് ചെയ്യണം. അത് ലയബിലിറ്റിയാണ്, കൊടുക്കാനുള്ളതും അതുപോലെ തന്നെ മുമ്പേ നമ്മൾ സ്വീകരിച്ചതും നമുക്ക് ലയബിലിറ്റിയാണ്. അത് കറണ്ട് ലയബിലിറ്റി എന്ന ഗ്രൂപ്പിൽ വേണം ക്രിയേറ്റ് ചെയ്യാൻ. ഇനി അടുത്ത അക്കൗണ്ട് വരുന്നത് ബിൽസ്
പേയബിൾ ആണ്. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത കമ്പനിക്ക് ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ അതിനെയാണ് ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധനം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ എമൗണ്ട് പേ ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു അക്കൗണ്ടാണ് ബിൽസ് പേയബിൾ. ബിൽസ് പേയബിൾ നമ്മൾ കൊടുക്കേണ്ടത് കറണ്ട് ലയബിലിറ്റി എന്ന ഗ്രൂപ്പിലാണ്. അതായത് കമ്പനിക്ക് അത് ബാധ്യതയാണ്, കൊടുക്കാനുള്ള എമൗണ്ട് ആണ്, അപ്പോൾ അതും കറണ്ട് ലയബിലിറ്റി ആയിട്ട് വേണം കൊടുക്കാനും. ഇനി കുറച്ച് എക്സ്പെൻസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ട്രാവലിംഗ് എക്സ്പെൻസ്, വേജ്, ഫാക്ടറി എക്സ്പെൻസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ്, ഫ്ലൈറ്റ് എക്സെട്ര, ഇങ്ങനെ കുറച്ച് എക്സ്പെൻസുകളുണ്ട്. ഈ എക്സ്പെൻസുകളെല്ലാം നമ്മൾ കൊടുക്കേണ്ടത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ്. സാലറി അല്ല, ഇവിടെ വേജ് ആണ്. വേജ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ ട്രാവലിംഗ് ചെയ്യുന്നത് എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ ഫാക്ടറി എക്സ്പെൻസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ് എല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇനി വരുന്നത് സാലറി, റെൻറ്റ്, ബാഡ് ഡെപ്റ്റ്, ഡിപ്രീസിയേഷൻ, ലോസ് ബൈ തെഫ്റ്റ്, ഇൻഷുറൻസ് എക്സെട്ര. ഇത്തരം അക്കൗണ്ടുകൾ, ഇത്തരം എക്സ്പെൻസുകളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ടും വേണം. അപ്പോൾ ഇത് രണ്ടും മാറി പോവരുത്. ഡയറക്റ്റ് എക്സ്പെൻസസും ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കണം. ഇനി അടുത്ത അക്കൗണ്ട് വരുന്നത് ഇൻകം റിസീവ്ഡ് എന്നാണ്. ബ്രാക്കറ്റിൽ ഇൻട്രസ്റ്റ്, കമ്മീഷൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കമ്പനി ഇൻകം റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇൻഡയറക്റ്റ് ഇൻകായിട്ട് വേണം കൊടുക്കാൻ. ഇപ്പോൾ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാണ്, കമ്മീഷൻ റിസീവ് ചെയ്യാണ്, റെൻറ്റ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ള ഗ്രൂപ്പിൽ വേണം കൊടുക്കാൻ. പിന്നെ വരുന്നത് ഓൾ ഫിക്സഡ് അസറ്റ്സ് ആണ്. അതായത് ഫർണിച്ചർ, ബിൽഡിങ്, മെഷീനറി എക്സെട്ര. അപ്പോൾ ലാൻഡ് ആവാം, പ്ലാന്റ് ആവാം, ഇങ്ങനെ എല്ലാ അസറ്റുകളും നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഫിക്സഡ് അസറ്റ് എന്ന ഗ്രൂപ്പിൽ വേണം. ഇത്ര അസറ്റുകളെല്ലാം ഫിക്സഡ് അസറ്റ് എന്ന ഗ്രൂപ്പിൽ വേണം ക്രിയേറ്റ് ചെയ്യാനും. ഇനി വരുന്നത് അടുത്ത അക്കൗണ്ട് പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. ഈ രണ്ട് അക്കൗണ്ട് നമ്മൾ കൊടുക്കേണ്ടത് പർച്ചേസ് അക്കൗണ്ട് എന്ന ഗ്രൂപ്പിൽ വേണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടും അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടും പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഗ്രൂപ്പിൽ വേണം ക്രിയേറ്റ് ചെയ്യാനും. ഇനി വരുന്നത് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. ഈ രണ്ട് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് സെയിൽ അക്കൗണ്ട് എന്ന ഗ്രൂപ്പിൽ വേണം. അതുപോലെ തന്നെ സ്റ്റോക്കാണ് അടുത്ത അക്കൗണ്ട് കാണിക്കുന്നത്. സ്റ്റോക്ക് എന്ന ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് കൊടുക്കേണ്ടത് സ്റ്റോക്ക് ഇൻ ഹാൻഡ് ആണ്. ചിലർ ഫിക്സഡ് അസറ്റ് ആയിട്ട് കൊടുക്കും, അങ്ങനെ കൊടുക്കരുത്. സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന ഗ്രൂപ്പിൽ തന്നെ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യണം. അടുത്തത് വരുന്നത് കുറച്ച് ടാക്സുകളാണ്. ഇപ്പോൾ സെയിൽ ടാക്സ്, അതുപോലെ തന്നെ GST, VAT, TDS, TCS. അപ്പോൾ ഇത്തരം ടാക്സുകളെല്ലാം നമ്മൾ കൊടുക്കേണ്ടത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്ന ഗ്രൂപ്പിലാണ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ GSTയിൽ തന്നെ CGST, SGST, IGST എന്നീ ടാക്സുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഗ്രൂപ്പ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുക്കുക. ഇനി വരുന്ന റിസർവ്സ് ആണ്. റിസർവ്സിൻ്റെ ഗ്രൂപ്പ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് കൊടുക്കുക. അതുപോലെ ഓൾ സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി പർച്ചേസ് ചെയ്യുന്ന പാർട്ടികളാണ്. ഈ പർച്ചേസ് ചെയ്യുന്ന ഏതൊരു പാർട്ടിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഗ്രൂപ്പ് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന ഗ്രൂപ്പാണ് കൊടുക്കേണ്ടത്. പർച്ചേസ് ചെയ്യുന്ന ഏതൊരു കമ്പനീനെയാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും സൺട്രി ക്രെഡിറ്റേഴ്സ് ആയിട്ട് കൊടുക്കുക. അതുപോലെ ഓൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യുന്ന പാർട്ടീനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് സൺട്രി ഡെപ്റ്റേഴ്സ് ആയിട്ടും വേണം കൊടുക്കാനും. ലാസ്റ്റ് അക്കൗണ്ട് നമുക്കിതിൽ തന്നിട്ടുള്ളത് ഡിബഞ്ചേഴ്സ് ആണ്. അതിൻ്റെ ഗ്രൂപ്പ് കൊടുക്കേണ്ടത് സെക്യൂർഡ് ലോൺസ് ആണ്. അപ്പോൾ ഇത്രയും അക്കൗണ്ടുകളും അതിൻ്റെ ഗ്രൂപ്പുകളുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കുറേ പേർക്കൊക്കെ ഇതൊരു ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. കാരണം ഇതറിയാതെ നമുക്കൊരിക്കലും ടാലിയിൽ ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ടാലി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ അക്കൗണ്ട്സ് ഇൻഫോ എന്ന മെനു സെലക്ട് ചെയ്യുക. അതിൽ ഗ്രൂപ്പ്സിൽ ഓൾട്ടർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പുകൾ നമ്മൾ ഓൾറെഡി ഇവിടെ കാണിച്ചു തന്നതാണ്. ഗ്രൂപ്പുകൾ ഒരിക്കലും നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ടാലിയിൽ വരുന്നേ ഇല്ല. ഓൾറെഡി ഇതിൽ ഗ്രൂപ്പുകളെല്ലാം സെറ്റാണ്. നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. ഈ ലെഡ്ജർ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓൾട്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ 2 അക്കൗണ്ട് ഓൾറെഡി ഇതിലുണ്ട്. ഒന്ന് ക്യാഷ് അക്കൗണ്ടും അതുപോലെ തന്നെ 2 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഈ 2 അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട, ബാക്കി വരുന്ന അക്കൗണ്ടുകൾ മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഇനി ടാലിയിൽ എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാലി പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്ന് ഇനിയും വീഡിയോസ് ഇടുന്നതാണ്, എല്ലാവരും കാണുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അപ്പോൾ ടാലിയിലെ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.